എല്ലാവർക്കും ഒരു നമസ്കാരം. ഞാൻ തുറമുഖത്തിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞാൽ 24 hours ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കാനില്ല. ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ വ്യക്തി തൊട്ട് ഈ പറയുന്ന ഏറ്റവും ഹയർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വരെയുള്ളവരെ കുറിച്ച് 24 hours ഞാനൊരു വേദി തന്നാൽ ആ 24 hours ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റും. നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ തുടങ്ങണം. ആദ്യം നമ്മൾ ബ്ലൂ എക്കോണമി. അതിനു മുമ്പായിട്ട് നമ്മൾ കാണപ്പെടേണ്ട ഒരു റിയാലിറ്റി ഉണ്ട്. 2018 വിട്ടിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ലോകത്തിലെ 100 പോർട്ടുകൾ ഒരു വർഷം ഹാൻഡിൽ ചെയ്യപ്പെടുന്നത് 62,000 കോടി TUs 20 feet equivalent units ആണ്. ഇതിന്റെ എത്രയോ ദശലക്ഷം കൂടുതലാണ് കടൽ മുഖാന്തരം നടക്കപ്പെടുന്ന മറ്റ് ജനറൽ കാർഗോയും ബ്രേക്ക് കാർഗോയും മറ്റു തരത്തിലുള്ള വേരിയസ് ടൈപ്സ് ഓഫ് കാർഗോയുടെ ട്രാൻസ്പോർട്ടേഷൻ. ഒരു ഫാക്ട് അതെടുക്കുക. ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഓയിൽ ബേസ്ഡ് എക്കോണമിയിൽ നിന്നും അതിന് പകരമായിട്ടുള്ള സോളാറും വിൻഡ് എനർജിയും മറ്റ് ന്യൂക്ലിയർ എനർജിയിലേക്ക് മാറുന്ന ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ തന്നെ പറയുമല്ലോ, 10 വർഷത്തിന് ശേഷം നമ്മുടെ റോഡുകളിൽ നമുക്ക് പെട്രോൾ കാറുകളൊന്നും കാണാൻ പറ്റത്തില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ ഓയിൽ ബേസ്ഡ് എക്കോണമിയിൽ നിന്ന് നമ്മളൊരു ബ്ലൂ എക്കോണമി, ദ എക്കോണമി ഇൻ റിലേറ്റഡ് ടു മറൈൻ ആൻഡ് ഓഷ്യൻ, നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള അതിഥികൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ചു. ബ്ലൂ എക്കോണമിയുടെ സാധ്യത. അതിൽ നിന്നും നമ്മൾ അടുത്തതായിട്ട് വരേണ്ടത് ഇന്ത്യയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 2016 ഏപ്രിലിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഉച്ചകോടിയിൽ പറഞ്ഞിരിക്കുന്ന സാഗർമാല എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രസ്റ്റേജ് പോർട്ട് പ്രോജക്റ്റിൽ പറയപ്പെടുന്നത് within 10 years there is 1 crore direct and indirect employment and millions of dollars investment and directly indirectly coming to that the India. അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഓരോ സ്ഥലങ്ങളെയും കാർഗോ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയും വെയർ ഹൗസിങ്ങിനെ കുറിച്ച് വേണ്ടിയും ഹിൻഡർലാൻഡിനെയും CFS കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനെയും ഡ്രൈ പോർട്ടുകളെയും കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള ഭാരത് മാല പോർട്ട് പ്രോജക്റ്റ്. ഇന്ത്യയുടെ കോസ്റ്റൽ സ്റ്റേറ്റുകൾ ഇന്ത്യ അയൽ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മൾട്ടിലാറ്ററലും ബൈലാറ്ററലുമായിട്ടുള്ള ട്രീറ്റിയും കോൺട്രാക്റ്റും, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും ഡെവലപ്പിങ്ങിന്റെയും റീകൺസ്ട്രക്റ്റിന്റെയുമാണ്. അവിടത്തേക്കൊക്കെ കാർഗോ സപ്ലൈ ചെയ്യാൻ പറ്റപ്പെടുന്ന ഏറ്റവും വലിയൊരു രാജ്യം ഇന്ത്യയാണ്. അതുപോലെ ചൈനയും. ഇത് കൂടാതെ തന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കപ്പെടേണ്ട ഒരു കാര്യം, ഇന്ത്യ ചാബഹാർ എന്ന് പറയുന്ന ഒരു പോർട്ട് ഇറാനിൽ സ്ഥാപിച്ചിട്ട് CSI കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഈ പറയുന്ന റീജിയനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നടത്തിപ്പെട്ടിരിക്കുന്ന ഒരു രീതി. ഇന്ത്യ, ഇറാൻ, മോസ്കോ ഈ തലത്തിലേക്ക് വന്നു. അങ്ങനെ കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഹാഡ് മേഡ് മെനി കോൺട്രാക്ട് ട്രീറ്റീസ്. ഇതെല്ലാം കാർഗോ എന്ന് പറയുന്ന കാര്യത്തെ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. ദെൻ കം ടു ദ കേരള. 590 കിലോമീറ്റർ തീരദേശം, ഒരു ബ്ലൂ എക്കോണമിയുടെ അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് ബിസിനസിന്റെ ലോജിസ്റ്റിക്സ് ബിസിനസിന്റെ നട്ടലായിട്ടുള്ള ഏറ്റവും നല്ല കോസ്റ്റൽ സ്റ്റേറ്റ്. 590 കിലോമീറ്റർ കോസ്റ്റൽ സ്റ്റേറ്റ് ഉള്ള സ്ഥലം, വാട്ടർ വേസ് ഉള്ള സ്ഥലം, ഡെപ്ത് ഉള്ള പോർട്ടുള്ള സ്ഥലം, മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും പോകാൻ പറ്റുന്ന ത്രിവേണി സംഗമത്തിന്റെ കാര്യമായിട്ട് കിടക്കപ്പെടുന്ന കേരളം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെപ്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെപ്ത് ഉള്ള വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം അവിടെ ഉള്ളപ്പോൾ നമ്മളുടെ ബൗണ്ടറി എന്ന് പറയുന്നത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ചുരുക്കി കാണരുത്. നമ്മളുടെ കേരളം മാത്രമല്ല, നമ്മളുടെ ഗ്രാമത്തിൽ ഉണ്ടാകുന്ന ഓരോ കാർഗോയുടെയും ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ഫോർ ദ വേൾഡ്. ഇറ്റ് ഈസ് ഫോർ ദ ഗ്ലോബൽ ട്രേഡ്. നമ്മുടെ നാട്ടിൽ നിന്നും ഷിപ്പിങ്ങും ലോജിസ്റ്റിക്സും ഈ പഠിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാരിടൈം ഇൻഡസ്ട്രിയുടെ ഓരോ സെക്ടറിലും പഠിക്കപ്പെടുന്ന കുട്ടിയുടെ ഓപ്പർച്യൂണിറ്റീസ് നോട്ട് ലിമിറ്റ് ബൈ ഇന്ത്യ ഓർ കേരള. അങ്ങനെ എടുക്കരുത്. ഇന്ത്യയിൽ 29 സ്റ്റേറ്റുകളുണ്ട്, യൂണിയൻ പ്രദേശങ്ങളുണ്ട്, ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റുകളുണ്ട്. പ്രവാസത്തിന്റെ ചരിത്രം പറയാനും അവിടെ തെളിയിച്ചിട്ടുള്ള മലയാളിയുടെ മണ്ണാണ് നമ്മളുടെ. മെഡിക്കൽ സയൻസിൽ നമ്മുടെ കുട്ടികൾ ലോകരാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്ന തരത്തിൽ തന്നെ അതേ തരത്തിൽ തന്നെ അതിൽ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ലോകരാജ്യങ്ങളിൽ. അത് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് ഒരു ഇന്റർനാഷണൽ ട്രേഡ്, ഷിപ്പിംഗും ലോജിസ്റ്റിക്സും എക്സ്പോർട്ടും ഇമ്പോർട്ടും കണ്ടെയ്നറൈസേഷനും ബാക്കിയുള്ള കാര്യത്തിനകത്ത് ഇന്റർനാഷണൽ ട്രേഡിൽ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. മോസ്റ്റ് ഓഫ് ദ കേസസ് കറൻസി ഈസ് കാൽക്കുലേറ്റഡ് എയ്തർ ഇൻ യൂറോ ഓർ ഡോളർ.
while converting that the money into the Indian money, ഒക്കെ യൂറോപ്പ് ഡോളറിനെയും ബാക്കിയുള്ളതിനെ ഇന്ത്യൻ മണിയിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹ്യൂജ് വരുമാനം. അങ്ങനെ തുറമുഖത്തിന്റെ പലരും വിഴിഞ്ഞത്തെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാക്കി ചുരുക്കി കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് അറിയാം. അങ്ങനെയല്ല. ഗ്രാമത്തിലെ സാധാരണ വ്യക്തി തൊട്ട് ഈ എല്ലാ ആൾക്കാർക്കും ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. ലോകത്തിലെ 100 പോർട്ടുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കാം. 100 പോർട്ടുകൾ ഒരു വർഷം 62,000 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നു എങ്കിൽ ഈ കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നത് 20 ഫീറ്റ് ഉണ്ട്, 40 ഫീറ്റ് ഉണ്ട്, ഹൈ ക്യൂബ് ഉണ്ട്, ഹെവി ഡ്യൂട്ടി ഉണ്ട്, ഓപ്പൺ ടോപ്പ് ഉണ്ട്, സിലിണ്ടറിക്കൽ ഉണ്ട്, ഫ്ലാറ്റ് ട്രാക്ക് ഉണ്ട്, ഫ്ലാറ്റ് ട്രാക്ക് കൊളാപ്സബിൾ ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഈ കണ്ടെയ്നർ ഓരോന്നും സ്റ്റഫ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് ലോഡ് ചെയ്യുന്നതിനും അൺലോഡ് ചെയ്യുന്നതിനും കണ്ടെയ്നറൈസേഷൻ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ നിയമങ്ങളുണ്ട്. ഒരു കണ്ടെയ്നറിനകത്ത് ഇത്ര മെട്രിക് ടൺ കാർഗോയെ ലോഡ് ചെയ്യാൻ പറ്റും. ഓരോ കാർഗോയും സ്റ്റഫ് ചെയ്യുന്നതിനകത്ത് അതിന് ബാലൻസ്ഡ് സ്റ്റഫിംഗ് ആയിരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള ലാഷിംഗ് വേണം, കൃത്യമായിട്ടുള്ള സെക്യൂറിംഗ് വേണം. അതിൽ ഇത്ര മെട്രിക് ടൺ കാർഗോയെ ലോഡ് ചെയ്യാന്നുള്ളത്. ഈ കാർഗോ ഒക്കെ ലോഡ് ചെയ്യണം എങ്കിൽ നമ്മുടെ സാധാരണ തൊഴിലാളികൾ വേണ്ടേ, ഗ്രാമീണർ അല്ലെങ്കിൽ നമുക്ക് വേണ്ടേ, ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് വേണ്ടേ? ഈ ഓപ്പർച്യൂണിറ്റീസ് എവിടെ നിന്ന് തുടങ്ങും? ഗ്രാമത്തിൽ നിന്നും തുടങ്ങും. ദുബൈയിലും സിംഗപ്പൂരിലും ഒന്നും ഒത്തിരി മാത്രമില്ല. ഹിൻഡർലാൻഡോ ഒത്തിരി കാർഗോയോ ഒത്തിരി പ്രൊഡക്ഷനോ ഒന്നും ഉണ്ടായിട്ടല്ല അവിടെ ഈ പറയുന്ന തരത്തിലേക്കുള്ള ഈ പറയുന്ന ഗേറ്റ് വേ കാർഗോ കൊണ്ടുവന്ന് മാത്രമായിട്ടല്ല അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തത്. ഇപ്പൊ ഈ കാർഗോ ലോഡ് ചെയ്യുന്നതിനും അൺലോഡ് ചെയ്യുന്നതിനും ഗ്രാമത്തിൽ തൊട്ട് വേണം. ഈ കാർഗോ നമ്മൾ ദൂരെ എങ്ങും പോട്ടെ, ഈ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സും മാരിടൈം കണ്ടതൊക്കെ നമ്മൾ ഈ പോർട്ടും കടലും കപ്പലും ഒക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിച്ചിരുന്നത് ഇതൊന്നും നമുക്ക് പറ്റാത്ത ഒരു സബ്ജക്റ്റാണ്. കേവലം ഒരു 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം എഴുതാനും വായിക്കാനും പറ്റുന്ന ആൾക്കാർ തൊട്ടുള്ള ആൾക്കാർക്ക് കടന്നു വരാൻ പറ്റുന്ന വേരിയസ് മേഖലയുണ്ട്. കടലും കപ്പലും ഷിപ്പും ബാക്കിയൊക്കെ ഉള്ളത് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള മെഷീനറീസും ബാക്കിയാണ്. ഫ്ലൈറ്റ് വലിയൊരു സാധനമാണ്. അതിനകത്ത് യാത്ര ചെയ്യുന്നതിനോ അതിനകത്ത് കാർഗോ കൊടുക്കുന്നതിനോ ബാക്കിയുള്ളതിനകത്തൊന്നും ഈ പറയുന്ന വലിയ ടെക്നിക്കാലിറ്റിയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ അങ്ങനെ എറിയേണ്ട കാര്യമില്ല. അതേ തരത്തിൽ തന്നെയാണ് കടലും കപ്പലും ഷിപ്പിങ്ങും കണ്ടെയ്നറും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നാട്ടിൻപുറത്ത് നിങ്ങൾ കണ്ടല്ലോ ഞാൻ തെങ്ങ കയറുന്നത്. നാട്ടിൻപുറത്ത് തെങ്ങ കയറി നടന്നിട്ടുള്ള ഞാൻ ഗൾഫിൽ പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് ലോകരാജ്യങ്ങളിൽ എനിക്കിത് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സയൻസും ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇത് പറ്റത്തില്ലേ? ഇറ്റ്സ് പോസിബിൾ. ഒരു കുഴപ്പമില്ല. ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന ലോഡിങ്ങിന് ഓരോ എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഈ കാർഗോ ഇപ്പൊ കൊല്ലത്തിരിക്കുന്ന ക്യാഷ് യൂണിറ്റിൽ അല്ലെങ്കിൽ കൊല്ലത്തിരിക്കുന്ന കാർഗോയെ നമുക്ക് ദുബൈയിൽ എത്തിക്കണം. ഈ കാർഗോ ഒരു കണ്ടെയ്നറിനകത്ത് കൊല്ലത്ത് നിന്ന് നമുക്ക് ആദ്യം വല്ലാർപാടത്ത് എത്തിക്കണം എന്ന് വിചാരിച്ചു. അല്ലെ വിഴിഞ്ഞത്ത് ഒരു റോഡ് റൗണ്ട് അബൌട്ട്, ചിലയിടത്ത് ഹില്ല്, ചിലയിടത്ത് ബ്രിഡ്ജ്, ചില റോഡ് 90 ഡിഗ്രി. അപ്പൊ ഈ കണ്ടെയ്നർ ഇതിനകത്ത് കൃത്യമായിട്ട് സ്റ്റഫ് ചെയ്ത് ഈ കാർഗോയ്ക്ക് ഒരു മൂവ്മെന്റും ഉണ്ടാകാത്ത തരത്തിൽ വേണം പോർട്ടിൽ എത്തിക്കാൻ. അപ്പം ആ കാർഗോയെ കൃത്യമായി സെക്യൂർ ചെയ്യണം, ലാഷ് ചെയ്യണം. അപ്പം നമ്മുടെ കയർ ബോർഡിലെ കയർ ഉൽപ്പന്നങ്ങളും ബാക്കിയുള്ളത് അയകെട്ടാൻ മാത്രമല്ലാതെ നമുക്ക് ഇത്തരത്തിൽ ചിന്തിച്ചുകൂടെ? എന്തെല്ലാം കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? അതിന്റെ ആ സ്കില്ല് പഠിപ്പിക്കുന്നത് തന്നെ ഒരു സബ്ജക്റ്റ് അല്ലേ ഈ പറയുന്ന തരത്തിൽ. എന്നിട്ട് വേണം ഈ കണ്ടെയ്നർ പോർട്ടിൽ എത്തിയിട്ട് പോർട്ടിൽ നിന്നും ഇത് താത്തു വെക്കിട്ട് വേറെ അതിന് ഡോക്യുമെന്റേഷൻ വേണം, കസ്റ്റംസ് ക്ലിയർ ചെയ്യണം. എന്നിട്ട് വേണം വേറെ കടലിൽ കൂടെ പോയിട്ട് വേറൊരു ആഫ്രിക്കയിൽ എത്തിക്കുന്ന ദുബൈ, അവിടെ വേറൊരു ജിയോഗ്രഫി. അപ്പം എത്രമാത്രം സബ്ജക്റ്റാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്നത്. ഇനി അടുത്തത് ഇത് ഈ ഷിപ്പിങ്ങിന്റെ കാർഗോയെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന കടലോ കപ്പലോ ഇല്ലാതെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ നമ്മുടെ അടുക്കളയിലോട്ട് പോയി അരി, ഐസ്ക്രീം അല്ലെങ്കിൽ ടൊമാറ്റോ, അരിയുടെ നേച്ചറല്ല ഐസ്ക്രീം ടൊമാറ്റോ ബാക്കിയുള്ളതല്ല. ഐസ്ക്രീം ടൊമാറ്റോ ബാക്കിയുള്ള ഫിഷ് ചിക്കൻ അത് പെട്ടെന്ന് ചീത്തയാവും, അത് പെരിഷബിൾ കാർഗോയാണ്. വീട്ടിൽ ഗ്ലാസ് ഉണ്ട്, അത് പൊട്ടിപ്പോവും, അത് ബ്രേക്കബിളാണ്. ഈ വീട്ടിലിരിക്കുന്ന പശുവാണ്, അതിന് ബ്രീത്ത് വേണം, എന്താണ് ലൈഫ് സ്റ്റോക്കാണ്. അപ്പോൾ ഓരോന്നും വ്യത്യസ്ത തരത്തിലുള്ള അവിടെ ഒരു സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു. വാട്ട് ഈസ് കാർഗോ? ഈ കാർഗോ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ 100 പോർട്ടുകൾ ഒരു വർഷം 62,000 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ ഈ ഓരോ കണ്ടെയ്നറും പാക്ക് ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത പാക്കിംഗ് സിസ്റ്റം വേണ്ടേ? അപ്പൊ കേരളത്തിനകത്ത് നമ്മളൊരു പാക്കിംഗ് സിസ്റ്റത്തിന്റെ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തുടങ്ങുമ്പോൾ വിഴിഞ്ഞത്ത് വരുന്ന 100 കണ്ടെയ്നർ വരത്തുള്ളൂ, ട്രാൻസ്ഷിപ്മെന്റ് വരുത്തുള്ളൂ എന്നുള്ള തരത്തിലേക്ക് ഒരിക്കലും അതിനെ കാണരുത്.
ഓരോ കാർഗോയ്ക്കും പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പാക്കിംഗ് ആവശ്യമുണ്ട്. ഓരോ രാജ്യത്തിനും പാക്കിങ്ങിന് പ്രത്യേക നിയമമുണ്ട്. അതിന് ഓരോ തരത്തിലുള്ള കാർഗോയുടെ നേച്ചർ അനുസരിച്ച് അതിന്റെ കണ്ടാമിനേഷനോ ബാക്കിയുള്ള ഒന്നും തന്നെ വരാതെ പാക്ക് ചെയ്യണം. ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കാർഗോ എന്താണെന്ന് അറിയണ്ടേ? അടുത്തൊരു സബ്ജക്ട് വരുന്നു, മാർക്കിങ്ങും ലേബലിങ്ങും. ഈ പറയുന്ന ഹസാർഡസ് കാർഗോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. സുധീരൊക്കെ ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ വെസലെ വിടുന്നവരാണ്. IMDG ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സിന്റെ നിയമം അനുസരിച്ചിട്ട് അതിനൊക്കെ സ്റ്റിക്കർ വേണം. അപ്പോൾ ആ സ്റ്റിക്കർ അടിക്കുന്നത് തന്നെ ഒരു ബിസിനസ് അല്ലേ? ഈ പറയുന്ന ഷിപ്പിംഗ് ലോജിസ്റ്റിക്സും ബാക്കിയൊക്കെ ഉള്ളതിനകത്ത് ഈ കാർഗോ നമ്മൾക്ക് പാക്ക് ചെയ്തു, മാർക്ക് ചെയ്തു, ലേബൽ ചെയ്തതിന് ശേഷം ഈ കൊല്ലത്തിരിക്കുന്ന കാർഗോയെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് അങ്ങ് എടുത്ത് ഒരു ടീച്ചിങ് രീതി പറയാം. കൊല്ലത്തുനിന്ന് ഈ കാർഗോ നമുക്ക് അടുത്ത് കൊച്ചിയിലെത്തിക്കണം. ആദ്യം ഈ കാർഗോ നമുക്ക് എല്ലാം കൂടെ പല സ്ഥലത്തു നിന്നുള്ള കാർഗോ നമുക്ക് പൂൾ ചെയ്യണമെങ്കിൽ പിക്കപ്പ് വേണം, ട്രക്ക് വേണം, ട്രെയിലർ വേണം, ലോബെഡ് വേണം. അപ്പൊ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി എത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ ട്രക്കും ട്രെയിലറും ലോബെഡും ബാക്കിയൊക്കെ വേണമെങ്കിൽ ട്രക്കിന് ഡ്രൈവർ വേണ്ടേ, ആട്ടോ ഇലക്ട്രീഷ്യൻ വേണ്ടേ, വർക്ക്ഷോപ്പ് വേണ്ടേ? അപ്പൊ ഏതെല്ലാം മേഖലകൾ അത്തരത്തിലേക്ക് വരും. അപ്പോൾ ഒരു പോർട്ട് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ നോക്കിയിട്ട് പ്ലാൻ ഉണ്ടാക്കിയാലെന്നുണ്ടെങ്കിൽ ആ തരത്തിലേക്ക് നമുക്ക് ചെയ്യുന്നതല്ല നമുക്ക് വേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് റിയാലിറ്റി തൊട്ട് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിനിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞു. ഈ കാർഗോ പോകുന്ന സമയത്ത് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് വേണ്ടേ? അടുത്ത സബ്ജക്ട് വന്നു ഇൻഷുറൻസ്. കടലിൽ കൂടെ പോയാലും കരയിൽ കൂടെ പോയാലും പോളിയർ ഇൻഷുറൻസും വേണം, മറൈൻ ഇൻഷുറൻസും വേണം. അടുത്ത ഇത് പോർട്ടിലേക്ക് ചെല്ലുമ്പോൾ കാറ്റ് വേണം, ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്, ഫോർക്ക് ലിഫ്റ്റ്, അങ്ങനെ മെനി എക്യുപ്മെന്റ്സ് വേണം. പോർട്ട് ഹാൻഡ്ലിംഗ്, ഡോക്യുമെന്റേഷൻ, കസ്റ്റംസ് ഇല്ലാതെ നമുക്ക് ഒരു കാർഗോയും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഏത് കാർഗോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റംസ് വേണം. അവിടെയാണ് ഞാൻ നമ്മുടെ കേരളത്തിന് പറ്റിയിരിക്കുന്ന മറ്റൊരു ട്രാജഡി പറയാൻ പോകുന്നത്. 100% എഡ്യൂക്കേറ്റ് ചെയ്തിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നടന്ന CHIയുടെ എക്സാമിനേഷന് തിരുവനന്തപുരത്ത് നിന്ന് ആകെ വന്നത് 2 പേരാണ് വന്നത്. അപ്പോഴാണ് ലോകത്ത് ഇത്രയും ബിസിനസ് നടക്കുമ്പോൾ കസ്റ്റംസ് ഹൗസ് അതിലൊരു പോർട്ട് വരുന്നുണ്ട്. നമ്മുടെ ഇഗ്നോറൻസ് എത്രമാത്രം വലുതാണ് എന്നുള്ള കാര്യത്തിൽ ഇത് പറയാൻ വരുന്ന എൻ്റെ വാഴ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എത്രമാത്രം വലുതാണ് എന്നുള്ള കാര്യം. ലോയിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ലോ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളത്. ഇത്രയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നാട്ടിൽ നടക്കപ്പെടുന്ന ചെറിയ ചെറിയ കേസുകൾക്ക്, ക്രിമിനൽ കേസുകൾക്ക് ഇത്രയും ഉണ്ടെങ്കിൽ ഇത്ര ദശലക്ഷം കണ്ടെയ്നറുകളും അതിനേക്കാൾ കൂടുതൽ കാർഗോയും വരുന്നിടത്ത് ഏതെല്ലാം എത്രമാത്രം ലോ, മാരിടൈം ലോ, അഡ്മിറാൽറ്റി ലോ, ഷിപ്പിംഗ് ലോ, ലോ ഓഫ് ദ സീ, മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്, കസ്റ്റംസ് ലോ, താരിഫ് ലോ, വെസൽ രജിസ്ട്രേഷൻ, വെസൽ അറസ്റ്റ്, വെസൽ അക്യൂസേഷൻ ലോ. ഞാൻ പറയാൻ കഴിഞ്ഞ കാരണം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മാരിടൈം ലോയും കസ്റ്റംസ് ലോയും അഡ്മിറാൽറ്റി ലോയും പറയാൻ പോയി കഴിഞ്ഞാൽ തന്നെ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇവിടെ ഒരുപാട് പേര് ലോയേഴ്സും ബാക്കിയുള്ളവർ ഇരിപ്പുണ്ട്. നമ്മളുടെ ഏത് കോളേജുകളിൽ, എത്ര കോളേജുകളിൽ ഒരു തുറമുഖം വരുന്നത് മാരിടൈം ലോയോ കസ്റ്റംസ് ലോയോ ഇത്തരത്തിലുള്ള ട്രീറ്റിയോ കോൺട്രാക്റ്റോ പ്രോട്ടോകോളോ ബാക്കിയുള്ള ഏതെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇത് ഞാൻ ഈ ബുക്ക് കാണിക്കുന്നതിൻ്റെ കാര്യം, ഈ ഷിപ്പിങ്ങിനകത്ത് ഞാൻ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇതിവിടെ കസ്റ്റംസിലെ കമ്മീഷണർമാരൊക്കെ ഇരിപ്പുണ്ട്. അതായത് ലോകത്ത് ഒരു വർഷം ഹാൻഡിൽ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്ത് ഹാൻഡിൽ ചെയ്യപ്പെടുന്ന കാർഗോയുടെ HS കോഡ്, അതായത് ആ ഓരോ കാർഗോയ്ക്കകത്തിലും കൊടുത്തിരിക്കുന്ന നമ്പറാണ് ഹാർമണൈസ്ഡ് സിസ്റ്റം കോഡ്. അതിൽ ഇന്ത്യക്ക് പറഞ്ഞ ഇന്ത്യൻ ട്രേഡ് ക്ലാസിഫിക്കേഷൻ എന്നാണ്. അത് മാത്രം ഈ 2 ബുക്കിനകത്തിൽ ഉണ്ട് എങ്കിൽ എത്ര വലുതാണ് ഈ ട്രേഡ്. അതിൻ്റെ ലോ എന്ന് പറയുന്നത് കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോ മാത്രം ഒരു ബുക്ക് ഇത്രയും ഉണ്ടെങ്കിൽ ഇത് എത്ര വലുതാണ് ഈ പറയുന്ന സബ്ജക്റ്റ്. അപ്പൊ ഈ സബ്ജക്റ്റുകൾ ഒന്നും തന്നെ വിഴിഞ്ഞം അല്ലെങ്കിൽ കേരളത്തിലെ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇതുവരെയും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന വിഴിഞ്ഞത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ട് അടുത്തത് ഇത്രയും കാർഗോയും ബിസിനസ്സും ബാക്കിയൊക്കെ നടക്കുന്നതാണെങ്കിൽ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് പറയുന്നത് ജേർണലിസ്റ്റുകളോടാണ്. നിങ്ങൾക്കാണ്, നിങ്ങളുടെ കൈകളിലാണ് ഈ നാടും നമ്മുടെ മക്കളും വരും തലമുറയും അവരുടെ ബ്രെഡും. മാരിടൈം ലോജിസ്റ്റിക്സിൻ്റെയും ഷിപ്പിങ്ങിൻ്റെയും മറൈൻ്റെയും വിവിധ വശങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ കടന്നു വരാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പേനാത്തുമ്പ് എന്ന് പറയുന്നത് നാളെ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമ്പന്നതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മാധ്യമരംഗത്ത് ഉണ്ടാകുന്ന പല മാന്യത്തിൽ നിന്നും
നമുക്ക് ട്രേഡും സർവീസും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. ഇത്തരത്തിൽ പറയാനാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് മണിക്കൂറുകളിൽ നിന്ന് പറയാനുള്ള സബ്ജക്റ്റ് ഉണ്ട്. 4000-ഓളം പ്രസന്റേഷൻ തന്നെ ഞാൻ ഇതിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും എമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഇവിടെ ഇരിക്കുന്ന സമയത്തും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഒരു ഞാനും എൻ്റെ കുട്ടികളും കുറച്ച് കുട്ടികളും കൂടെ ചേർന്ന് നിങ്ങളെ രാവും പകലുമില്ലാതെ വിളിച്ച് ഇവിടെ നിങ്ങൾ എത്തിച്ചേർന്ന നിങ്ങളെ കൂടുതൽ സമയത്തിലേക്ക് മറ്റുള്ള അതിഥികളെ വിളിക്കുന്ന ഒരു പ്രോട്ടോക്കോളുകൾ പോലും നോക്കാതെയാണ് ഞങ്ങൾ പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഉള്ളൊരു അവസരമായതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പിന്നീട് അവസരങ്ങൾ വരുന്ന സമയത്ത് അടുത്ത എൻ്റെ ബുക്ക് വരുന്നുണ്ട്, മാരിടൈം എൻസൈക്ലോപീഡിയ വരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാം. ആ ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാം. ഒപ്പം ഈ മാഗസിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു. എങ്കിൽ പോലും അതോടെ ഇപ്പോൾ ഒരു ചുരുക്കി വാക്കി പറഞ്ഞു. ഈ മാഗസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു ഇന്റർനാഷണൽ തലത്തിലേക്ക് ഈ മാഗസിൻ നമ്മൾ കൊണ്ടുപോകും. ആ മാഗസിനകത്തിൽ കൂടെ നമ്മൾ ഷിപ്പിങ്ങിന്റെ വിവിധ വശങ്ങൾ, അതിൻ്റെ എഡ്യൂക്കേഷൻ, കസ്റ്റംസ്, ടെക്നോളജി. ഒരു കാര്യം ഞാൻ ടെക്നോളജി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലും ബാക്കിയൊക്കെ പോയിട്ട് 10,000 രൂപ, ഞാനൊക്കെ UAE ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് 10,000 രൂപ പോലും ശമ്പളം കിട്ടാതെ കൊടുത്ത് പല ചെറുപ്പക്കാരും കിടന്ന് വിഷമിക്കുകയാണ്. ഈ പറയുന്ന ഓരോ കാർഗോയും ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്ത് പോകണമെങ്കിൽ ഇന്ത്യൻ കസ്റ്റംസിന്റെ ഐസ് ഗേറ്റ്, ഇന്ത്യൻ കസ്റ്റംസ് ഇലക്ട്രോണിക്സ് ഗേറ്റ് വേ എന്ന് പറയുന്ന ഡോക്യുമെന്റേഷൻ, ഒരു പേപ്പർലെസ് വർക്കിലേക്കാണ് നമ്മുടെ ലോകം പോകുന്നത്. റോബോട്ടിക് എഞ്ചിനീയറിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. 5Gയുടെ കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കാലഘട്ടത്തിനകത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ IT-യിലുള്ളവരെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോകത്തെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം. അവിടെ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്കത് പറ്റുന്നത്. ഒരു പോർട്ടിൽ ഉപയോഗിക്കപ്പെടുന്ന വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സിനെ മാത്രം ഞാൻ നിങ്ങളെന്ന് കാണിക്കാം. നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ, അവര് ജോലിയില്ലാതെ വിഷമിച്ച് നടക്കുന്നു. നമ്മുടെ നാട്ടിൽ ഈ ഒരു തുറമുഖത്തിൽ കണ്ടെയ്നർ അതല്ലെങ്കിൽ കാർഗോ ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെ മാത്രം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അത് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളെ നമുക്ക് തിരിച്ചു പിടിച്ച് കൂടുതൽ വളർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അങ്ങനെ പറയാൻ ഒരുപാട്. ആ ഒരു ഇത് എടുത്ത് നിങ്ങളെ ഒന്ന് ചെറിയ ശ്രദ്ധയിൽ ഒരു പോർട്ടിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെ മാത്രം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിൻ്റെ മെക്കാനിക്കൽ, അതിൻ്റെ എഞ്ചിനീയറിംഗ്, അതിൻ്റെ ട്രേഡ്, അതിൻ്റെ പ്രൊഫഷൻസും, കണ്ടെയ്നറൈസേഷൻ്റെ, അങ്ങനെയുള്ള ഓരോ കാര്യം നമ്മൾ എടുത്തു നോക്കി. നമ്മൾ ഈ പറയുന്ന തുറമുഖങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ വിവിധ തലങ്ങൾ നമ്മൾ നോക്കണം. അതിൻ്റെ ട്രീറ്റി, കോൺട്രാക്ട്, പ്രോട്ടോകോള്, യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണ് ചെയ്തത്, മിഡിൽ ഈസ്റ്റ് എങ്ങനെയാണ്, ഫാർ ഈസ്റ്റ് എന്താണ്, കണ്ടെയ്നറൈസേഷൻ നിയമം എന്തൊക്കെയാണ്, ലോ ഓഫ് ദ സീ എന്താണ്, ഹൈസീ നിയമങ്ങൾ എന്താണ്, ഇതൊക്കെ നോക്കണം. ഇതൊക്കെ ഒരു കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്ന എക്യുപ്മെന്റ്സാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. ഞങ്ങളെ പോലുള്ളവർ പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഞങ്ങളെ പോലുള്ളവർ തടയുന്നത്? എന്താണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക്? ഞങ്ങൾക്ക് വേറെ രാജ്യത്തു നിന്ന് കിട്ടിയിട്ടുള്ള അറിവ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ നോക്കി എത്ര മെഷീനറീസാണ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എത്ര ആൾക്കാർ വേണം. ഈ പറയുന്ന തരത്തിൽ ഒരു പോർട്ട് മനസ്സിൽ കുറിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യത്തിനകത്ത് നമ്മുടെ നാടിനെ ഡെവലപ്പ് ചെയ്യണം. ഗ്രാമത്തിലെ സാധാരണ വ്യക്തി തൊട്ട് ഇനി TPSR ഉൾപ്പെടെ ഉണ്ടല്ലോ, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, വേൾഡ് ഷിപ്പിംഗ് ഓർഗനൈസേഷൻ, വേൾഡ് പിന്നെ കസ്റ്റംസ്, സാധനങ്ങൾക്ക് ചോദിച്ചൊക്കെ ഇവിടെയൊക്കെ പോകാൻ നമ്മുടെ കുട്ടികൾക്ക് പോകാൻ പറ്റും. ഈ IAS IFS അതേ തരത്തിൽ തന്നെ. അപ്പം അത്തരത്തിലുള്ള വിവിധ കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ മാഗസിനകത്തിലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതാനാണ് സഹായിക്കുന്നത്. നിങ്ങൾ ഒരാളായിട്ട് തന്നെ എന്നെയും കൺസിഡർ ചെയ്തു നമുക്ക് ഒരുമിച്ച് ഒരുമയോട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബ്രെഡായിരിക്കും. അതുണ്ടാകാതെ നമുക്ക് ഈ തുറമുഖത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ വളരത്തക്ക തരത്തിലേക്ക് എല്ലാവരും നമുക്ക് ഒരുമയോട് മുന്നോട്ട് പോകണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.